തുടർഭരണം ആരെങ്കിലും ഭരിക്കും. ഇലക്ഷൻ നമുക്ക് കേരളത്തിൻ്റെ കാര്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തെല്ലാം ഇഷ്യൂസ് വന്നു, എന്നിട്ടും ഇപ്പോഴത്തെ സർക്കാർ തന്നെയല്ലേ വന്നത്. കാലാവസ്ഥ ഞാൻ ഇടയ്ക്ക് പറഞ്ഞാണ്, ഇവിടുത്തെ കാലാവസ്ഥയും രാഷ്ട്രീയവും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ ഒക്കില്ല. അതുകൊണ്ട് ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു കമൻ്റ് ഒന്നും പറയുന്നില്ല. ഇപ്പം ഇതുവരെ എന്തായാലും പൊളിറ്റിക്സിൽ നമുക്ക് കാലുവെക്കാൻ താല്പര്യമില്ല. ഒരു രാജകുടുംബം അല്ലെങ്കിൽ ഭരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ അങ്ങേക്ക് എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഭരണമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നാളെ ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയാലോ മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ലേ? നമ്മുടെ കുറച്ചുകൂടെ ഫ്രീ ഗതാഗതം. ഞാൻ കൂടുതൽ വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ടാണ്. പിന്നെ ഈ സിഗ്നൽ ജമ്പിങ്, റോങ് സൈഡ് വണ്ടി ഓടിക്കുന്നവരെ ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കുക. ശരിക്കും നമ്മളിപ്പോൾ ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കുക ഇപ്പോൾ ചെറിയൊരു തമാശയാണ്. പക്ഷേ ഇവിടെ തന്നെ അടുത്ത ഫുട്പാത്തിൽ കൂടെ ഒരു ബൈക്കിൽ വണ്ടി ഓടിച്ചൊരു സ്കൂൾ കുട്ടിയുടെ പല്ലൊക്കെ ഇടിച്ചു. അപ്പോൾ ഇവരൊക്കെ കർശനമായ ശിക്ഷ വേണം. ശിക്ഷ എന്ന് വെച്ചാൽ ഇപ്പോൾ ദുബായിലെ ഒരു സിഗ്നൽ ജമ്പിങ്ങിന് 5000 രൂപ മറ്റുമാണ്. ഇവിടെ അതുപോലെ ആക്കിയാൽ മതി. കുറച്ച് പേര് എൻഫോഴ്സ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ കുറച്ചൊക്കെ മര്യാദയ്ക്ക് ഓടിക്കോളും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമുക്ക് സിഗ്നൽ ജമ്പ് ചെയ്യാൻ ഒക്കില്ല. സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ കവടിയാറ് തന്നെ ഇവിടുത്തെ ഒരു സിഗ്നൽ പോസ്റ്റ് ഒടിഞ്ഞു വീണ്ട് 8 മാസമായി. ഇതുവരെ പോസ്റ്റ് ഒരു 3 മാസം കിടന്നു. നമ്മൾ കുറച്ചൊക്കെ പ്രതി കംപ്ലൈൻറ്റ് ചെയ്തു. ഞാൻ അത് കഴിഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പോസ്റ്റ് ഞാൻ വെച്ചു സിഗ്നൽ റിപ്പയർ ചെയ്യാണ്, ഇത്ര എന്താ നമ്മുടെ വാക്കിന് വിലയുണ്ട്. നോക്കിയപ്പോൾ ഒരു പോസ്റ്റ് മുറിച്ച് അവിടെ മണ്ണൊക്കെ ഇട്ട് പുല്ലൊക്കെ വെച്ചിട്ട് പോയി. ഇപ്പോൾ സിഗ്നലേ ഇല്ല അവിടെ. സിഗ്നലില്ല, അതുകൊണ്ട് സിഗ്നൽ ജമ്പിങ് വരില്ല. പ്രോബ്ലം സോൾവ്. പക്ഷെ അതല്ല, നമ്മളെ ശരിക്കും അത്യാവശ്യമാണ്. സിഗ്നലൈസ് ഷുഡ് ബി പെർഫെക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചിലയിടത്ത് ബ്ലാങ്ക് ആയിരിക്കും, ചിലയിടത്ത് പച്ചയും മഞ്ഞയും ചുവപ്പും ഒന്നിച്ച് കത്തും. ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടെ നമ്മൾ വകുപ്പെടുത്ത ഗതാഗതമാണ്. ഗതാഗതം പിന്നെ നമുക്ക് ഇപ്പോൾ മനുഷ്യനിപ്പോൾ ഏറ്റവും കുറവ് സമയമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കൊച്ചി എത്തണം. ഇന്നത്തെ കണ്ടീഷന് കാറിൽ പോകണമെങ്കിൽ എത്ര സമയം എടുക്കും? ഞങ്ങൾ തന്നെ 6 മണിക്കൂർ എടുത്തു. വന്ദേ ഭാരത് ആണെങ്കിൽ വേഗം എത്തും. ശരി, തിരുവനന്തപുരം കൊച്ചി എത്ര കിലോമീറ്റർ ഉണ്ട്? അതറിയത്തില്ല. ഒരു 210 ഉദ്ദേശം. ഇപ്പോൾ വെളിയിൽ നമ്മളെ ചൈന, ജപ്പാൻ അവിടെയൊക്കെ ട്രെയിന് 300 കിലോമീറ്ററിലാണ് ഓടുന്നത്. ഇവിടെ അതുപോലെ ഒരു ട്രെയിൻ വന്നാൽ തിരുവനന്തപുരം കൊച്ചി എത്ര സമയത്ത് എത്താം? 40 മിനിറ്റ്. പിന്നെ 300 കിലോമീറ്റർ പോവാണെങ്കിൽ 200 കിലോമീറ്റർ പോകണമെങ്കിൽ 1 മണിക്കൂർ. അപ്പോൾ 300 കിലോമീറ്റർ പോയാൽ 40 മിനിറ്റ്. അതുപോലത്തെ ഇവിടെ വരണം. തിരുവനന്തപുരം കൊച്ചി 40 മിനിറ്റിൻ്റെ എത്തുകയാണെങ്കിൽ എത്ര പേര് പോയിട്ട് വരും? സൂപ്പറായി. ആൾക്കാർ പിന്നെ ഫ്ലൈറ്റിലാരും പോവില്ല. അപ്പോൾ കൊച്ചി 40 മിനിറ്റ് ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് അടുത്ത് 210 കിലോമീറ്റർ കോഴിക്കോട്, 80 മിനിറ്റ് കോഴിക്കോട്, അവിടെ നിന്ന് അടുത്ത് 20 മിനിറ്റ് കണ്ണൂർ, അവിടെ നിന്ന് അടുത്ത് 20 മിനിറ്റ് കാസർഗോഡ്. ഒരു 1.5 മണിക്കൂർ നമ്മൾ കേരളത്തിൽ പോയി വരാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് ജോലിക്കൊക്കെ എന്ത് സുഖമല്ലേ, പഠിക്കാൻ പോകാൻ ഹോസ്റ്റൽ സർവീസ് ഒക്കെ നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാമല്ലോ അല്ലേ? അതുപോലെയൊക്കെ കുറച്ച് ഡെവലപ്മെന്റ്. എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ ബോംബെ, അഹമ്മദാബാദ് ഇപ്പോൾ വരുന്നുണ്ട്, ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കേട്ടായിരുന്നു. അത് വന്നു കഴിയുമ്പോൾ അറിയാം എത്ര അതിൻ്റെ ഫീസിബിലിറ്റി എങ്ങനെയുണ്ട്. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ സാധ്യത എത്ര ഉണ്ടാവും? അല്ല, ഭരണകർത്താക്കൾ മനസ്സ് വെച്ചാൽ നടക്കും. തീർച്ചയായിട്ടും നടക്കും. ഇപ്പം പല പദ്ധതികളും വരുമ്പോൾ ഇപ്പം ഏത് പാർട്ടിയാണോ ഭരണത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടികൾ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ട് ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഈ ഒപ്പോസിഷൻ എന്ന് പറയുന്നൊരു സാധനം പല വികസനങ്ങൾക്കും ഒരു തടവാണെന്ന് തോന്നാറുണ്ടോ? പക്ഷെ അതൊക്കെ മറികടന്ന് ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് അദാനി എടുത്തിരിക്കല്ലേ, ഇപ്പോഴൊക്കെ കുറേ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ എന്ന് വരേണ്ടതായിരുന്നു. ഇപ്പോഴാണ് പിന്നെ സ്ഥലങ്ങൾ ഇപ്പോൾ കുറേ കിട്ടി, ഡെവലപ്പായി ഇത് വരുന്നു. ഈ എയർപോർട്ടിന്റെ കാര്യം എനിക്കത് കൃത്യമായി എനിക്കറിയില്ല. സ്റ്റോറി എനിക്ക് ഇവിടെ വന്നൊന്ന് ചോദിച്ച് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഈ അടച്ചിടുന്ന പോലത്തെ ഒരു സംഭവം കേട്ടോ, അതെന്താ കറക്റ്റ് സ്റ്റോറി? കാരണം പലരും ആറാട്ടിനാണല്ലേ? അന്ന് രാജകുടുംബത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണോ? അല്ല, അമ്പലത്തിന് പത്മനാഭസ്വാമിക്ക് പോകാൻ വേണ്ടി വർഷത്തിൽ 2 ദിവസം 6 മണിക്കൂർ വെച്ച് പത്മനാഭന്
2 ആറാട്ടുണ്ട്. ആ. അപ്പോൾ ആറാട്ട് അമ്പലത്തിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് ഇറങ്ങുമ്പോൾ എയർപോർട്ട് അടയ്ക്കും. ഉം. തിരിച്ച് 9 മണിക്ക് ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് എയർപോർട്ട് തുറക്കും. അപ്പോൾ നമ്മൾ ആറാട്ട് ഇവിടുന്ന് ചെരുപ്പൊന്നുമില്ല, മുണ്ട് വാളൊക്കെ പിടിച്ചാണ് പോകുന്നത്. എയർപോർട്ട് മറ്റേ വള്ളക്കടവ് അറിയാം, വള്ളക്കടവ് ഈഞ്ചക്കൽ വള്ളക്കടവ് സൈഡിൽ കൂടെ എയർപോർട്ടിനകത്ത് ഒരു ചെരുപ്പ് കാണില്ല. മെയിൻ റൺവേ കൂടെ നമ്മളെല്ലാവരും നടന്നാണ് പോകുന്നത്. നടന്ന് നേരെ ശംഖുമുഖത്തെത്ത്. അവിടുന്ന് ക്രോസ് ചെയ്ത് അവിടുന്ന് എയർപോർട്ട് ക്രോസ് ചെയ്ത് ഇപ്പോഴും ഒരു ആറാട്ട് റൺവേ എന്ന് പറഞ്ഞ റൺവേ ഉണ്ട്. ഇപ്പോഴും ഒരു ആറാട്ട് റൺവേ എന്നാ പറയുന്നത്. എയർപോർട്ടിനകത്തും ഒരു മണ്ഡപമുണ്ട്, കൽമണ്ഡപം. അവിടെ വാഹനം നിർത്തി കാണിക്ക കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഇത് കൃത്യമായി ഒന്ന് ചോദിച്ച് അവിടുന്ന്. കാരണം പലരും പല ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പലതിനകത്തുള്ള സ്റ്റോറിയും പലതാ. അപ്പോൾ ഒതന്റിക് ആയിട്ടൊരു ആൻസർ പത്മനാഭസ്വാമിക്ക് പോകാൻ വേണ്ടിയാണ് അടച്ചിരുന്നത്. പിന്നെ കൂടെ അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നവർക്കും കൂടെ പോവാം. എനിക്കൊന്ന് പ്രധാനമന്ത്രി അന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട്. ജവഹർലാൽ നെഹ്റു അദ്ദേഹം തോന്നുന്നു. പത്മനാഭസ്വാമി അമ്പലം ഉള്ളിടത്തോളം കാലം പ്രൊസഷൻ വേണ്ടി എയർപോർട്ട് അടച്ചിട്ട്. ഉറപ്പാട്, അതിനകത്ത് മാറ്റമൊന്നുമില്ല അല്ലേ? മാറ്റമൊന്നുമില്ല. ദിവസവും പോയി തൊഴാറുണ്ടോ? ഇല്ല, ദിവസം പോകാറില്ല. പക്ഷെ ആരെങ്കിലും പോവും. ആരെങ്കിലും ഇവിടുന്ന് പോവല്ലേ? ഓക്കെ. ഇവിടെ താമസം അപ്പം എവിടെയായിട്ടാ? ഇത്ര വലിയ വീടല്ലേ? നമ്മളിങ്ങനെ അങ്ങോന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് മൈസൂർ പാലസ് ഒക്കെ വെച്ച് ചെറിയ പാലസാ. നമ്മള് കേരളത്തിലുള്ളവർക്ക് നമ്മളിങ്ങനെ ഹിൽ പാലസ് അതുണ്ട്. അതിനെക്കാട്ടി ചെറുതാ. അതിനെക്കാട്ടി ചെറുതാ അല്ലേ ഇത്? മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ്. നമുക്ക് ആകപ്പാട് അറിയുന്ന മറ്റേ തുറക്കാൻ പറ്റാത്തൊരു മുറി അതായിരുന്നു പണ്ട്. എവിടെ? മണിച്ചിത്രത്താഴിലെ തെക്കിനെയാണ് നമുക്കൊക്കെ ഇത്ര നാളായിട്ട് തുറക്കാൻ പറ്റാത്തത്. പിന്നെ ബീനിലറ വന്നതോടെ മണിച്ചിത്രത്താഴിന്റെ തട്ട് താണു. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്നത്. വല്യമ്മ, അമ്മ. ഇത്രയും ഫ്ലോറൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ. ഫസ്റ്റ് ഫ്ലോറിലായിട്ടല്ലേ? ഇത് എങ്ങനെയാ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോണത്? മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിരി പ്രയാസമാണ്. ഇതെല്ലാം കണ്ടില്ലേ, കുമായക്കട്ട, പഴയ ഇലക്ട്രിക് വയറ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൊടിഞ്ഞു വീഴും. തനിയെ വീഴുമായിരിക്കും. അപ്പോൾ പൊടിഞ്ഞു വീഴുന്ന അവിടെ നമ്മൾ തിരിച്ച് സിമെൻറ്റ് വെച്ചിട്ട് പെയിൻ്റ് അടിക്കും. അത് മൊത്തം ഒന്ന് ചിപ്പ് ചെയ്ത് പെയിൻ്റ് ചെയ്യണമെങ്കിൽ പാടാണല്ലേ? മുല്ലപ്പെരിയാർ കെട്ടിയ സെയിം ടെക്സ്ചറാണ്. ആണോ? എഗ് വൈറ്റ് ലൈം സ്റ്റോൺ. മുല്ലപ്പെരിയാർ സിമെന്റ് ഇല്ല. എന്ത് തോന്നുന്നു? മുല്ലപ്പെരിയാർ പൊട്ടു ഇല്ലെന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലേ? പെട്ടെന്ന് മുല്ലപ്പെരിയാറിനെയാണെന്ന് ഇല്ല, പഴയ സ്ട്രോങ് ആണ്. ഇടയ്ക്ക് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യില്ലേ വിദഗ്ധന്മാർ. ഇനി ഒന്നുകൂടെ പരിശോധിച്ച് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരിക്കൽ കുഴപ്പമില്ല എന്ന് പറയരുത്. അടുത്ത ഇനി ഒരു 3-4 വർഷം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കണം അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ.